സുലൈമാൻ മുസ്തഫയെ ഹണ്ടിങ് പരിശീലിപ്പിക്കുന്നു. നന്നായി വലിച്ചു പിടിച്ച് അമ്പ് വിടൂ. മുസ്തഫ അമ്പ് ചെയ്തു. പക്ഷെ അത് ലക്ഷ്യത്തിൽ കൊള്ളാതെ താഴെ വീണു. അവൻ സുലൈമാനെ നോക്കി ചിരിച്ചു. ഹണ്ടിങ് വളരെ ഗൗരവത്തോടെ എടുക്കണം മുസ്തഫ. യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഹണ്ടിങ്. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ ഇതാണ് ചെയ്യുന്നത്. ഓരോ അമ്പും നമ്മളുടെ ശത്രുക്കൾക്ക് നേരെയാണ് എയ്യുന്നതെന്ന് കരുതി വേണം വിടാൻ. മനസ്സിലായോ? മുസ്തഫ തലയാട്ടി. എന്നാൽ ചെയ്തോ? മുസ്തഫ വീണ്ടും ഒരെണ്ണെടുത്ത് ചെയ്തു. അത് കൃത്യമായി മരത്തിൽ തറച്ചു. സുലൈമാൻ സന്തോഷത്തോടെ അവൻ്റെ തോളിൽ തട്ടി. പട്ടാള ക്യാമ്പിൽ പരിശീലനം നടക്കുകയായിരുന്നു. പട്ടാള മേധാവിയോട് ഒരാൾ വന്ന് പറയുന്നു, മുസ്തഫ ആഗാ, സുൽത്താൻ സുലൈമാൻ എഡ്രിനിലേക്ക് ഹണ്ടിങ്ങിന് പോയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അയാൾ തലയാട്ടി. മറ്റൊരാൾ വന്ന് പറയുന്നു, നമ്മളിവിടെ യുദ്ധത്തിനായി കാത്തിരിക്കുമ്പോൾ ബാദുഷ ഹണ്ടിങ്ങിന് പോയിരിക്കുകയാണ്. ഇബ്രാഹിം പാഷ ഈജിപ്തിലേക്ക് പോയിരിക്കുകയാണ്. ക്യാപിറ്റൽ സിറ്റി ഇപ്പോൾ മുഴുവനായും അയാസ് പാഷയുടെ കയ്യിലാണ്. ഇസ്താംബുൾ സിറ്റി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മുസ്തഫ ആഗ് ചോദിച്ചു. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നമ്മളെക്കാൾ നന്നായാണ് ഇവിടെ ജീവിക്കുന്നത്. കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് കുറേ പണം ചിലവാക്കി കളഞ്ഞു. അത് നമുക്ക് അവകാശപ്പെട്ട പണമായിരുന്നില്ലേ? താൻ പറഞ്ഞത് ശരിയാണ്. കോടതി നമ്മുടെ പരാതി ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതാണ്. പേയ്മെൻറ്റ് സെറമണിയുടെ സമയത്ത് ഞാൻ ഇൻക്യാരത്തോട് നേരിട്ട് പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം അത് ഗൗരവമായി എടുത്തില്ല. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന മറ്റു വഴികൾ നോക്കണം. ഈജിപ്ത്. ഇബ്രാഹിം ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡിയോട് പറയുന്നു, താങ്കൾ പറഞ്ഞതിനേക്കാൾ മോശം സാഹചര്യമാണ് ഈജിപ്തിലേത്. തെരുവുകൾ മുഴുവൻ വിധവകളും വിശന്നു വലഞ്ഞ് അലഞ്ഞു തിരിയുന്ന അനാഥ കുഞ്ഞുങ്ങളുമാണല്ലോ. മാമേലുക്കുകാർ അവരെ എതിർക്കാൻ ശ്രമിച്ച എല്ലാ ആണുങ്ങളെയും കൊന്നുകളഞ്ഞു പാഷ. മറ്റുള്ള ആണുങ്ങളെ ജയിലിലും അടച്ചു. ഇബ്രാഹിം വഴിയിൽ അലഞ്ഞു നടന്ന ഒരു പെൺകുട്ടിയുടെ തലയിൽ സ്നേഹത്തോടെ കൈവച്ചു. അവിടെ അവളുടെ അമ്മ മറ്റു 2 കുട്ടികളുമായി ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ട് ഇബ്രാഹിം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, എല്ലാ വിധവകൾക്കും കുഞ്ഞുങ്ങൾക്കും താമസിക്കാനുള്ള സ്ഥലം കൊടുക്കണം. അവർക്ക് വേണ്ട ഭക്ഷണവും അറേഞ്ച് ചെയ്യണം. ഇബ്രാഹിം ട്രഷറർ ഇസ്കേന്ദറിന് നേരെ തിരിഞ്ഞു പറയുന്നു, ഇസ്കേന്ദർ, അതിനാവശ്യമായ പണം ട്രഷറിയിൽ നിന്ന് ഇദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കണം. അയാൾ തല കുമ്പിട്ടു. ഇബ്രാഹിം ഒന്നുകൂടി എല്ലാവരെയും നോക്കി. അവിടെ ഇരുന്ന ഒരു ചെറിയ ആൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ഇബ്രാഹിം വീണ്ടും അയാളോട് പറയുന്നു, ജയിലിൽ അടയ്ക്കപ്പെട്ട നല്ലവരായ ആണുങ്ങളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം. അവരുടെ വീടുകൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം. അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡി തല കുമ്പിട്ടു. ഇബ്രാഹിം കൂടെ ഉണ്ടായിരുന്ന ക്ലർക്കിനോട് പറയുന്നു, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതി സീൽ വെച്ച് ഒരു ഡോക്യുമെൻ്റാക്കി ഇദ്ദേഹത്തെ ഏൽപ്പിക്കണം. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡി, ഇതെൻ്റെ ഉത്തരവാണ്. ഒട്ടും താമസം വരുത്താതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇതിന് ഉത്തരവാദികളായ ഷെയ്ഖുമാരെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിൻ്റെയും തലയെടുക്കും. അവരുടെ തലകൾ ഇവിടെ പ്രദർശിപ്പിക്കും. സുൽത്താൻ സുലൈമാൻ്റെ നീതി നിർവ്വഹണത്തിനെതിരെ നിന്നാൽ ഇതാവും ശിക്ഷ എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പാഷ. ഇബ്രാഹിം ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കിയിട്ട് അവിടുന്ന് പോന്നു. ഇബ്രാഹിമിൻ്റെ റൂം തുറന്നു കിടക്കുന്നത് കണ്ട നിഗാർ നോക്കുന്നു. നിഗാർ നോക്കുമ്പോൾ ഹദീജ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. നിഗാറിന് ഇബ്രാഹിമിനെ ഓർമ്മ വരുന്നു. വീണ്ടും ഹദീജയെ ഒന്ന് നോക്കിയിട്ട് അവൾ അവിടുന്ന് പോയി. എഡ്രിൻ പാലസിൽ സുലൈമാനും ഹുറവും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ലിയോയുടെ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് വളരെ മികച്ചതാണ്, സുലൈമാൻ പറഞ്ഞു. ഹുറം നോക്കുന്നു. തിരിച്ചു ചെന്നിട്ട് ഞാൻ അയാളെ കൊട്ടാരത്തിൽ സ്ഥിരമായി നിയമിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്ത് നിയമനം? മാസം ശമ്പളം കൊടുത്തിട്ട് സ്ഥിരമായി ചിത്രം വരയ്ക്കാൻ ഏൽപ്പിക്കും. എനിക്ക് തോന്നുന്ന എല്ലായിടത്തും ചിത്രങ്ങൾ വരപ്പിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ഇഷ്ടമെങ്കിലോ? ഇതിനേക്കാൾ നല്ലൊരു അവസരം അദ്ദേഹത്തിന് വേറെ എവിടെ കിട്ടാനാ? എന്തായാലും ഞാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്സ് തീർക്കാതെ ലിയോയ്ക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പോകാനാവില്ല. ഹുറം ചിരിച്ചു. ഷെഹസാദ് മുസ്തഫയും ഷെഹസാദ് മുഹമ്മദും കിളികളെ നോക്കിയിരിക്കുകയായിരുന്നു. അതിൻ്റെ വാതിൽ തുറക്കല്ലേ, കിളികൾ പറന്നു പോവും, മുസ്തഫ പറഞ്ഞു. അവർ പറന്നു പോട്ടെ, അതല്ലേ നല്ലത്, മുഹമ്മദ് പറയുന്നു. മുസ്തഫ, മുഹമ്മദ്, ഉറങ്ങാൻ സമയമായി, ഹുറം വിളിച്ചു പറഞ്ഞു. എസ്മ ഹാത്തൂൻ, എസ്മ അങ്ങോട്ട് വന്നു. ആ കിളിക്കൂട് ഗാർഡനിൽ കൊണ്ടുപോയി വെക്ക്. അതുങ്ങൾക്ക് കുറച്ച് ശുദ്ധമായി കിട്ടട്ടെ. എന്നിട്ട് ഷെഹസാദുമാരെ കിടത്തി ഉറക്കണം. സമയം ഒരുപാടായി. എസ്മ കിളിക്കൂടും എടുത്ത് അവരെയും വിളിച്ചുകൊണ്ട് പോയി. സാദിക ലിയോയുടെ റൂമിൽ കയറി അയാളുടെ ചിത്രങ്ങളെല്ലാം പരിശോധിക്കുന്നു. ജനലിലൂടെ നോക്കുമ്പോൾ ലിയോ ഒരു പേപ്പർ കത്തിക്കുന്നത് കാണുന്നു. അത് ഹുറത്തിൻ്റെ ചിത്രമായിരുന്നു. പക്ഷെ സാദികയ്ക്ക് അത് കാണാനായില്ല. ഹുറം സുലൈമാൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്നു, എന്നെപ്പറ്റി എഴുതിയ കവിത ഒന്ന് പാടാമോ? എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു. സുലൈമാൻ അത് പാടിയപ്പോൾ ഹുറത്തിന് കരച്ചിൽ വന്നു. ഹുറം, നീ കരയുകയാണോ? എന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. എൻ്റെ അമ്മയില്ല, ബാബയില്ല, അനിയത്തിയില്ല. ഞാൻ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി. മരിച്ചു കളയണമെന്ന് വരെ ചിന്തിച്ചിരുന്നു. സുലൈമാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. സുലൈമാൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു, സുലൈമാൻ, നിങ്ങളാണ് എനിക്കൊരു കുടുംബം തന്നത്. എനിക്ക് കൂട്ടായി, ആശ്വാസമായി. പിന്നെ മുഹമ്മദ്, മേറിമ, സെലിം, എൻ്റെ മക്കളെയും തന്നു.
നീയാണ് എൻ്റെ സന്തോഷം, സുലൈമാൻ പറഞ്ഞു. അവർ ചുംബിക്കുന്നു. ഉറക്കത്തിൽ നിഗാർ കാഫി ഇബ്രാഹിമിനെ സ്വപ്നം കാണുന്നു. ഇബ്രാഹിം ചുംബിക്കുന്നതായ സ്വപ്നം കണ്ട നിഗാർ ഞെട്ടി ഉണർന്നു. എൻ്റെ അള്ളാ, എന്നെ രക്ഷിക്കണേ. നിഗാർ തലയിൽ കൈവച്ച് പറയുന്നു. ഇതെന്ത് തരം സ്വപ്നമാണ് ഞാൻ കണ്ടത്? രാവിലെ ഗാർഡനിലേക്ക് എത്തിയ ഹുറം കിളിക്കൂട് തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ കിളികൾ അവിടെ ചത്തു കിടപ്പുണ്ടായിരുന്നു. ഹുറം ഉറക്കെ നിലവിളിച്ചു. ഒച്ച കേട്ട സുലൈമാൻ ഓടി വരുന്നു. അത് കണ്ട് ഹുറത്തെ സമാധാനിപ്പിച്ചു. മുസ്തഫയും ഓടി വന്നു. പുറകെ മുഹമ്മദും. ഗാർഡ്സ് വന്ന് പക്ഷികളെ എടുത്തുകൊണ്ട് പോന്നു. ഹുറം മുസ്തഫയോട് ചോദിക്കുന്നു, ഇന്നലെ ഈ പക്ഷികളെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നീ ഇവിടെ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഇതൊരു കാടാണ്, പ്രത്യേകിച്ച് രാത്രി കാട്ടുമൃഗങ്ങളൊക്കെ വരും. സുലൈമാൻ മുസ്തഫയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഹുറം വിഷമത്തോടെ തലയാട്ടി. നീ വിഷമിക്കേണ്ട ഹുറം, നിനക്ക് വേണമെങ്കിൽ വേറെ കിളികളെ തരാം. ഹുറം ഒന്നും മിണ്ടിയില്ല. നമുക്ക് പോകാം ബാബ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്കിപ്പോൾ തന്നെ പോകണം. സുലൈമാൻ ആലോചിക്കുന്നു. ഹുറം, നീ ഇസ്താംബൂളിലേക്ക് തിരിച്ചു പോക്കോ, എനിക്കിവിടെ കുറച്ച് നാൾ കൂടി നിൽക്കണമെന്നുണ്ട്. എന്തോ മോശം കാര്യം നടക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു. അതാണിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. സുലൈമാൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. ഖദീജ സ്വന്തം പാലസിലേക്ക് തിരികെ പോകാൻ പോകുമ്പോൾ വാലിദ സുൽത്താനെ വിടുന്നില്ല. എന്തിനാ ഖദീജ നീ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഇപ്പോൾ ഇവിടുന്ന് പോകണ്ട. ഞാനും പറഞ്ഞു സുൽത്താന, പക്ഷേ ഖദീജ സുൽത്താന കേൾക്കുന്നില്ല. നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞാൻ ദൂരെ മനീസയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുമല്ലോ. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ, എപ്പോഴും ഇങ്ങോട്ട് വരും. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? ഖദീജ തലയാട്ടി. ശരി, നിനക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ പൊക്കോ. ഗുൽഫാം, ഖദീജയുടെ കൂടെ പൊക്കോ, അവളെ ഒറ്റയ്ക്കാക്കണ്ട. തീർച്ചയായും പോകാൻ സുൽത്താന. വാലിദ സുൽത്താന അവിടെ ഉണ്ടായിരുന്ന ദാസിമാരോട് പറയുന്നു. ഷെക്കിയ റാഗിയോട് ഖദീജയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പറ, അത് നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് എത്തിക്കാം. ഷെക്കിയ റാഗു ഉണ്ടാക്കുന്ന സ്വീറ്റ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇബ്രാഹിം പാഷയ്ക്കും അത് വളരെ ഇഷ്ടമാണ്. അവർ ചിരിച്ചു. പട്ടാള മേധാവി മുസ്തഫ ആഗിയോട് ഹൈദാർ എഫൻഡി പറയുന്നു. സൈനികർ അടുത്ത യുദ്ധത്തിനായി ഇവിടെ കാത്തിരിക്കുമ്പോൾ ഗ്രാൻഡ് വിസിയർ ഇബ്രാഹിം പാഷ ചതിയൻ അഹമ്മദ് പാഷയെ വകവരുത്താൻ ഈജിപ്തിലേക്ക് പോയി. എന്നിട്ട് അറബികളെയും മാമേലുക്കുകളെയും മര്യാദ പഠിപ്പിക്കാനായി ശ്രമിക്കുന്നു. ആദ്യം അയാൾ ഇസ്താംബൂൾ നന്നാക്കട്ടെ. ഇവിടെ സൈനികർ ദുരിതത്തിലാണ്. ബാദിഷ സുൽത്താൻ സുലൈമാൻ ഹണ്ടിങ്ങിന് പോയിരിക്കുന്നു. മുസ്തഫ ആകെ ഒന്നും പറയാതെ അവിടുന്ന് മാറി. എന്നിട്ട് ആലോചിക്കുന്നു. അയാൾ സൈനികരോട് പറയുന്നു, നമുക്കിനി വേറെ വഴിയില്ല. നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിച്ചിരിക്കുന്നതിനാൽ നമ്മൾ തന്നെ അത് ഈ സിറ്റിയിൽ നിന്നും പിടിച്ചു വാങ്ങണം. എൻ്റെ വീരന്മാരെ, നമ്മളിവിടെ കത്തിച്ച് ചാമ്പലാക്കണം, കൊള്ളയടിക്കണം. നിങ്ങളുടെ പാത കൂടുതൽ വ്യക്തവും ആയുധം കൂടുതൽ മൂർച്ചയുള്ളതുമാവട്ടെ. ഇന്ന് നമ്മളിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ഭയപ്പെടില്ല. ലക്ഷ്യം നേടും വരെ പ്രയത്നിക്കും. അള്ളാഹുവിൻ്റെ നാമത്തിൽ, പ്രവാചകൻ്റെ നാമത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. ഈജിപ്തിൽ ക്ലർക്ക് അവിടെ നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇബ്രാഹിമിനെ വായിച്ച് കേൾപ്പിക്കുന്നു. അന്യായമായി തുറങ്കിലടച്ചവരെ എല്ലാം മോചിപ്പിച്ചു. വിധവകളെയും കുട്ടികളെയും സുരക്ഷിതമായി പാർപ്പിച്ചു. ആളുകൾക്ക് മേൽ അന്യായമായി ചുമത്തിയിരുന്ന നികുതി എടുത്തു മാറ്റി. എല്ലാ ജനങ്ങൾക്കും അവരുടെ ജീവിതം പുനരാരംഭിക്കാൻ 50 ഗോൾഡ് കോയിൻസ് വെച്ച് വിതരണം ചെയ്തു. അനാഥരായ കുഞ്ഞുങ്ങൾക്കും വിധവകൾക്കും മാസം നിശ്ചിത തുക അനുവദിച്ചു. ഈജിപ്തിനായി പുതിയ നിയമവ്യവസ്ഥ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇബ്രാഹിം അത് വാങ്ങി. ഇനി ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല പാഷ. അത് അയാൾക്ക് തിരികെ കൊടുത്തിട്ട് പറയുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഇൻക്യാരത്തിന് അയച്ചു കൊടുക്കണം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അദ്ദേഹം പറയും. പാഷ, ഷെയ്ഖ് അലിയും ബക്രോളു ഗോത്രവർഗ്ഗക്കാരുടെ ഷെയ്ഖും സ്ഥിരമായി ഈജിപ്തിലേക്ക് അതിക്രമിച്ച് കയറുകയും കൊള്ളയടിക്കുകയും ചെയ്യാറുണ്ട്. അവസാനമായി കെയ്റോ സിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾ അവരെ പിടികൂടിയിട്ടുണ്ട്. അങ്ങ് അനുവദിക്കുമെങ്കിൽ അവരുടെ വധശിക്ഷ നടപ്പാക്കി പൊതുജനങ്ങൾക്ക് കാണും വിധം സുവൈൽ ഗേറ്റിൽ അവരുടെ മൃതദേഹങ്ങൾ പ്രദർശിപ്പിക്കാവുന്നതാണ്. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡി പറഞ്ഞു. ഇബ്രാഹിം തല കുമ്പിട്ടു. മറ്റൊരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടല്ലേ? വളരെ നല്ലത്. ഇവിടെ നശിപ്പിക്കപ്പെട്ട കെട്ടിടങ്ങളും ജലസേചന സൗകര്യങ്ങളും മോസ്കുകളും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. പീരി റൈസ് പാഷയോട് അതിനുവേണ്ട പ്ലാനിംഗ് വരച്ചു തരാൻ ആവശ്യപ്പെട്ടുള്ളൂ. അവർ തല കുമ്പിട്ടു. എൻ്റെ പാഷ, നിങ്ങൾ ഈജിപ്തിൽ വന്നതു മുതൽ റെസ്റ്റ് എടുത്തിട്ടില്ലല്ലോ. റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല ഖാദി സെയ്ദ്. ഇവിടുത്തെ കാര്യങ്ങൾ തീർത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് ഇസ്താംബൂളിലേക്ക് മടങ്ങിപ്പോകണം. അവിടെ ചെന്നിട്ട് കുറച്ച് പ്രധാന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങേക്ക് അവിടെ ഭരണകാര്യങ്ങൾക്കപ്പുറം അങ്ങയുടെ സ്വകാര്യ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നറിഞ്ഞു. അങ്ങയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇബ്രാഹിം തലയാട്ടി. ഹുറവും ഷഹസാദുമാരും തിരിച്ചു വരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ ആ മോതിരം കാണാതെ പോയപ്പോഴാണ്. പിന്നെ എൻ്റെ കിളികളും ചത്തുപോയി. എൻ്റെ സുൽത്താന, സത്യമായി ഞാൻ എല്ലായിടത്തും നോക്കി. ആ മോതിരം കൊട്ടാരത്തിൽ തന്നെ ഉണ്ടാവും. എസ്മ ഖാത്തൂൻ പറഞ്ഞു. ഇനിയും ഒരുപാട് പോകാനുണ്ടോ? എൻ്റെ അമ്മയെ എപ്പോൾ കാണാനാവും? മുസ്തഫ, നോക്ക്, നമ്മൾ തിരിച്ചു പോകുന്നത് തന്നെ നീ പറഞ്ഞത് കൊണ്ടാണ്. ഇനിയും ഒരുപാട് പോകാനുണ്ട്. അവിടെ എത്തിയിട്ട് നിനക്ക് അമ്മയെ കാണാം.
ഹുറം ദേഷ്യപ്പെട്ടു പറഞ്ഞു. മുസ്തഫ ഒന്നും മിണ്ടിയില്ല. എസ്മ അവളെ നോക്കി. ഹുറം മുസ്തഫയെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, ഇൻക്യാറവും നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പട്ടാളക്കാർ പ്രക്ഷോഭത്തിനായി ഇറങ്ങുന്നു. ഫോറിൻ മിനിസ്റ്റർ ഹൈദർ എഫൻഡി മുസ്തഫ ആഗയോട് പറയുന്നു, ആദ്യം സെക്കൻഡ് വിസിയർ അയാസ് പാഷയുടെ വീട്ടിൽ നിന്ന് വേണം കലാപം തുടങ്ങാൻ. പിന്നെ ഇബ്രാഹിം പാഷയുടെ പാലസിലേക്ക് പോകണം. അവസാനം ഇസ്താംബുൾ കൊട്ടാരത്തിലേക്കും. ഹൈദർ എഫൻഡി, നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. ബാദിഷയുടെ കൊട്ടാരവും ഹരവും ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഒരു ദയ്യം കാണിക്കരുത്. ബാദിഷ നിങ്ങളോട് ദയ്യമൊന്നും കാണിച്ചില്ലല്ലോ. നേരെ പോയി എല്ലാത്തിനെയും വകവരുത്തണം. മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരണം. അങ്ങനെയേ നിങ്ങൾക്ക് ശക്തി തെളിയിക്കാനാവുകയുള്ളൂ. ഞാൻ എൻ്റെ ജീവൻ തന്നെ തന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാവും. വിവരം അറിഞ്ഞാൽ ഉടനെ സുൽത്താൻ സുലൈമാൻ ഇവിടേക്ക് തിരിച്ചെത്തും. ഹൈദർ എഫൻഡി പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഇസ്താംബൂളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. സുൽത്താൻ സുലൈമാൻ എഡ്രിൻ പാലസിൽ തുടരേണ്ടി വരും. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാവും അദ്ദേഹത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇസ്താംബുൾ സിറ്റി മണ്ണടിഞ്ഞിട്ടുണ്ടാവും. ഇബ്രാഹിം പാഷയെ ഗ്രാൻഡ് വിസിയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സുൽത്താൻ സുലൈമാന് സ്വസ്ഥമായി ഭരിക്കാം, മുസ്തഫ ആഗ പറഞ്ഞു. ഹൈദർ എഫൻഡി തലയാട്ടി. ലിയോ മാർക്കറ്റിലേക്ക് വരുന്നു. ഒരാളോട് ചോദിക്കുന്നു, ക്രിമിയയിലേക്ക് ഇന്ന് പുറപ്പെടുന്ന കപ്പൽ ഏതെങ്കിലും ഉണ്ടോ? ഇന്നുണ്ടോ എന്നറിയില്ല. അടുത്ത ആഴ്ച ഒരെണ്ണമുണ്ട്. അത്രയും കാത്തിരിക്കാനാവില്ല. മാത്രാച്ചി ലിയോയെ കാണുന്നു. തുറമുഖത്ത് ചെന്ന് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം അറിയാനാവും. ശരി, താങ്ക് യു. ലിയോ പോയി. മാത്രാച്ചി ആ കടക്കാരനോട് വന്ന് ചോദിക്കുന്നു. അയാൾ എന്താണ് ചോദിച്ചത്? കപ്പലിനെ കുറിച്ച് ചോദിച്ചതാ. ഞാൻ അയാളോട് തുറമുഖത്ത് ചെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അത് ശരി. മാത്രാച്ചി ആലോചിച്ച് നിൽക്കുന്നു. മാഹി ദേവരാൻ വാലിദ സുൽത്താനയോട് പറയുന്നു, ഇന്നലെ രാത്രി ഞാൻ മുസ്തഫയെ സ്വപ്നം കണ്ടു വാലിദ. എനിക്കവനെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു. എനിക്കും അവനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനിപ്പോൾ വലുതായി മാഹി ദേവരാൻ. അവനെ കുറച്ചൊക്കെ അടുത്തു നിന്ന് മാറ്റി നിർത്താറായിട്ടുണ്ട്. നമ്മൾ അതുമായി അഡ്ജസ്റ്റ് ആവണം. മാഹി ദേവരാൻ തലയാട്ടി. മുസ്തഫ ഹുറത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേടി. വാലിദ സുൽത്താൻ ഒന്നും മിണ്ടിയില്ല. ദായ ഹാത്തുൻ കയറി വരുന്നു. വരൂ ദായെ. ഹദീജ അവളുടെ പാലസിലെത്തിയിരുന്നോ? അതേ സുൽത്താന. അയാസ് പാഷ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അർജൻറ്റായി സുൽത്താനയെ കാണണമെന്ന് പറഞ്ഞു. പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ ഇത്ര അർജൻറ്റായി വന്നത് എന്തിനാ? എനിക്കറിയില്ല സുൽത്താന. അയാസ് പാഷയ്ക്ക് സുൽത്താനയെ കാണണം. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ട് സുൽത്താന, മാഹി ദേവരാൻ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ല മാഹി ദേവരാൻ. വാലിദ സുൽത്താനയും മാഹി ദേവരാനും പോകുന്നു. പട്ടാളക്കാർ മാർക്കറ്റിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുന്നു. തീയിടുകയും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്തു. തുറമുഖത്തേക്ക് എത്തിയ ലിയോയ്ക്ക് മുന്നിലേക്ക് മാത്രാച്ചി വന്നു. താൻ എന്നോട് പറയാതെ പോവുകയാണോ? അതെ നസ്വ എഫൻഡി, എനിക്കിവിടുന്ന് വേഗം പോകേണ്ട ആവശ്യമുണ്ട്. താങ്കളോട് പറഞ്ഞപ്പോഴെല്ലാം എന്നെ ഇവിടെ നിൽക്കാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. താൻ ഇവിടുത്തെ പെയിൻറ്റിങ്സ് എല്ലാം പകുതിയാക്കിയിട്ടിരിക്കുകയാണല്ലോ. ഇൻക്യാരം ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എന്നെ കണ്ടില്ല, ഞാൻ പറയാതെ പോയെന്ന് പറഞ്ഞേക്ക്. ആളുകൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് കണ്ട് അവർ ശ്രദ്ധിച്ചു. എന്തുപറ്റി? മാത്രാച്ചി ഒരാളെ പിടിച്ചു നിർത്തി ചോദിച്ചു. സൈനികർ കലാപം നടത്തുന്നു. എല്ലായിടത്തും തീയിടുകയാണ്. അവർ ഇപ്പോൾ പാലസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അള്ളാ, ഹദീജ സുൽത്താനയും സാദികയും അവിടെ തനിച്ചാണ്. ഞാൻ പോട്ടെ. മാത്രാച്ചി ഓടിപ്പോകുന്നു. അയാസ് പാഷ വാലിദ സുൽത്താനയെ കാണാനെത്തുന്നു. അയാൾ കുമ്പിട്ടു. എന്തുപറ്റി അയാസ് പാഷ? എൻ്റെ സുൽത്താന, ഇൻക്യാറവും ഇബ്രാഹിം പാഷയും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി നമ്മുടെ സൈനികർ മുതലെടുക്കുകയാണ്. അവർ കലാപം നടത്തുന്നു. അവർ കച്ചവടക്കാരെ ആക്രമിച്ച് അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിക്കുന്നു. ഇസ്താംബുൾ സിറ്റി മുഴുവനായി നശിപ്പിക്കുകയാണ്. അതിനുള്ള ധൈര്യം അവർക്ക് എങ്ങനെയുണ്ടായി അയാസ് പാഷ? എൻ്റെ സുൽത്താന, സാഹചര്യം വളരെ മോശമാണ്. അവർ സിറ്റി മുഴുവൻ തീയിടുകയാണ്. എൻ്റെ വീടും നശിപ്പിച്ചു. ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ അഭയം തേടിയാണ് ഇങ്ങോട്ട് വന്നത്. അയാസ് പാഷ, ഇപ്പോൾ താനല്ലേ ഈ സിറ്റിയെ സംരക്ഷിക്കേണ്ടയാൾ? അവരെ അടിച്ചമർത്താൻ തന്നെ കൊണ്ടാവുന്നില്ലേ? എൻ്റെ സുൽത്താന, എൻ്റെ കൂടെ എൻ്റെ പേഴ്സണൽ ഗാർഡ്സും കൊട്ടാരം കാവൽക്കാരും മാത്രമേ ഉള്ളൂ. അത്രയും കുറച്ച് പേരെ വെച്ച് ഇത്രയും വലിയ സൈന്യത്തെ അടിച്ചമർത്തുക സാധ്യമല്ല. അവരെ വെച്ച് ഈ പാലസ് സംരക്ഷിക്കുക മാത്രമേ ഇപ്പോൾ സാധിക്കൂ. അവർ നമ്മുടെ പ്രജകളാണ്. അവർക്ക് ഈ പാലസ് ആക്രമിക്കാനുള്ള അവകാശമില്ല. അവർ ഇപ്പോൾ മെയ്താനിയിൽ ബാബി ഹ്യൂമ്യൂൺ ഗേറ്റിലാണ് ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ മോൻ ഉടനെ തന്നെ സന്ദേശം അയക്കണം. അദ്ദേഹത്തിന് ഞാൻ സന്ദേശം അയച്ചു കഴിഞ്ഞു സുൽത്താന. ഹദീജ സുൽത്താനെ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഹദീജ സുൽത്താൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അയാസ് പാഷ, എൻ്റെ മോളെ ഉടനെ ഇവിടെ എത്തിക്കണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെയും തന്നെ കുടുംബത്തെയും ബാക്കി വെച്ചേക്കില്ല. അയാൾ കുമ്പിട്ടിട്ട് പോകുന്നു. മെയ്താനി പാലസിൽ ഹദീജയും ഗുൽഫാമും ടെറസിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. സാദിക അവർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഹദീജ അവളെ നോക്കി ചിരിച്ചു. താങ്ക് യു സാദിക. സാദിക പോയി കഴിഞ്ഞപ്പോൾ ഹദീജ ഗുൽഫാമിനോട് പറയുന്നു, ഗുൽഫാം, സാദികയും മാത്രാച്ചി നസ്വ എഫൻഡിയും തമ്മിൽ സ്നേഹത്തിലാണ്. ഇബ്രാഹിം പാഷ അവരെ വിവാഹം ചെയ്തയക്കാൻ പോവുകയാണ്. അവിടെ മറിഞ്ഞു നിന്ന് സാദിക ഇത് കേട്ടു. ഇനി സാദികയ്ക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തണമല്ലോ. ഹദീജ ചിരിച്ചു. സാദിക അവിടുന്ന് പോയി. പുറത്ത് പുക ഉയരുന്നത് കണ്ട ഹദീജ ശ്രദ്ധിക്കുന്നു. അതെന്താ അവിടെ?
അവർ എണീറ്റ് നോക്കുന്നു. എന്തോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോകാൻ സുൽത്താന. അവർ അകത്തേക്ക് കയറുന്നു. സാദിക, എല്ലാവരോടും അകത്തേക്ക് വരാൻ പറ. വാതിലുകളൊക്കെ അടച്ചോ. മാർക്കറ്റ് മുഴുവൻ നാശമായി കിടക്കുന്നത് കണ്ട് മാത്രാച്ചി നോക്കുന്നു. നസ് എഫൻഡി, ലിയോ വിളിച്ചു. തിരിഞ്ഞു നോക്കിയ മാത്രാച്ചി പറയുന്നു, എല്ലാം നശിപ്പിച്ചു ലിയോ. എനിക്ക് എത്രയും പെട്ടെന്ന് ഇബ്രാഹിം പാഷയുടെ പാലസിലേക്ക് എത്തണം. നമുക്ക് ഒരുമിച്ച് പോകാം, ലിയോ പറഞ്ഞു. വാ. അവർ പോകുന്നു. അയാസ് പാഷ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നവരെ കയറ്റാതെ പാലസിൻ്റെ ഗേറ്റ് അടപ്പിച്ചു. സുലൈമാൻ കാട്ടിലായിരുന്നു. സുംബുൽ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. എന്തുപറ്റി സുംബുലാക? ഹദീജ എവിടെ? കൊട്ടാരത്തിന് പുറത്ത് പട്ടാളക്കാർ ഒത്തുകൂടി പ്രതിഷേധിക്കുകയാണ് സുൽത്താന. ഇവിടുത്തെ ഗാർഡ്സിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. എൻ്റെ ഹദീജ മോളെ. സുൽത്താന, അയാസ് പാഷ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വന്നത് വാലിദ സുൽത്താനയും ഷെഹസാദ് സെലിമും താഴെ നിലവറയിലേക്ക് സുരക്ഷിതമായി മാറണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അവർ എങ്ങനെയെങ്കിലും അകത്ത് പ്രവേശിച്ചാലോ? ഇല്ല, ഞാൻ എങ്ങും പോയി ഒളിക്കില്ല. എൻ്റെ ഹദീജ എവിടെ? അവൾക്ക് എന്തു പറ്റി? വാലിദ സുൽത്താന കരയുന്നു. അവർ വീഴാൻ പോയപ്പോൾ ദായ ഖാത്തൂൻ പിടിച്ചു. സുംബുലിന് വിഷമമായി. സുൽത്താന, ഞങ്ങൾക്ക് നിങ്ങളെ വേണം. ഈ ഹരം മുഴുവൻ നിങ്ങളുടെ തണലിലാണ്, ദായ ഖാത്തൂൻ പറഞ്ഞു. ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞതാണ് ദായെ. അവൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല. ദായ ഖാത്തൂൻ അവരെ പിടിച്ചിരുത്തി. ഗുൽനിഹാൽ ഷെഹസാദ് സെലിമിനെയും മെഹ്റുമ സുൽത്താനെയും പിടിച്ച് പേടിച്ചിരിക്കുന്നു. മാഹി ദേവരാനും ഗുൽഷയും അവിടെ ഉണ്ടായിരുന്നു. ദായ ഖാത്തൂൻ കയറുമെന്ന് പറയുന്നു. അയാസ് പാഷയും വാലിദ സുൽത്താനയും എല്ലാവരോടും താഴെ നിലവറയിൽ പോയിരിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. കാര്യങ്ങൾ അത്രയും സീരിയസ് ആണോ? അവർ കുട്ടികളെയും കൊണ്ട് പോകുന്നു. ഹുറത്തിൻ്റെ വണ്ടി പാലസിന് മുന്നിലേക്കെത്തി. ഗേറ്റിന് മുന്നിൽ ബഹളം കേട്ട് വണ്ടി നിർത്തി. എന്തുപറ്റി? എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഒരു ഗാർഡ് വന്ന് പറയുന്നു. ഇവിടെ പട്ടാളക്കാർ പ്രതിഷേധിക്കുകയാണ് സുൽത്താന. നമുക്കിപ്പോൾ ഉള്ളിലേക്ക് കടക്കാനാവില്ല. പറ്റില്ല, എനിക്ക് കൊട്ടാരത്തിലേക്ക് പോയേ പറ്റൂ. പുറത്തേക്ക് നോക്കിയ ഹുറം അവിടുത്തെ ബഹളം കണ്ട് പേടിച്ചു പോയി. അള്ളാ, എൻ്റെ പിള്ളേർ അതിനകത്താണ്. എൻ്റെ സുൽത്താന, ഇപ്പോൾ ഇബ്രാഹിം പാഷയുടെ പാലസിലേക്ക് പോവുകയേ വഴിയുള്ളൂ, ഗാർഡ് പറഞ്ഞു. അവർ അവിടുന്ന് പോകുന്നു. ദൂരെ നിന്ന് ഒച്ച കേൾക്കുന്ന സുലൈമാൻ ശ്രദ്ധിക്കുന്നു. ഗാർഡ്സും പ്രതിരോധിക്കാൻ തയ്യാറായി നിന്നു. അത് അയാസ് പാഷ വിട്ട മെസ്സഞ്ചർമാരായിരുന്നു. ഇൻകാരം, ഞങ്ങളെ അയാസ് പാഷയാണ് ഇങ്ങോട്ട് അയച്ചത്. ഈ മെസ്സേജ് അങ്ങയെ ഏൽപ്പിക്കാൻ തന്നയച്ചതാണ്. ഒരു ഗാർഡ് ചെന്ന് അത് വാങ്ങി സുലൈമാന് കൊടുത്തു. മെസ്സേജ് വായിച്ച് സുലൈമാൻ പറയുന്നു, എല്ലാത്തിനെയും ഞാൻ പാഠം പഠിപ്പിക്കും. കൊട്ടാരത്തിൽ എല്ലാവരും നിലവറയിൽ ഒളിച്ചിരിക്കുന്നു. മെയ്ദാനി പാലസിൽ ഹദീജ സുൽത്താനെ അസ്വസ്ഥമായി നിൽക്കുകയായിരുന്നു. സുൽത്താന, നിങ്ങൾ വിഷമിക്കാതിരിക്കുക. അത് കുഞ്ഞിന് ദോഷമാണ്. അവർ എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കും, ഗുൽഫം പറഞ്ഞു. നോക്ക് ഗുൽഫം, ഇബ്രാഹിം പാഷ ഇല്ലാത്ത സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ ഇങ്ങോട്ടും വന്നാലോ? പേടിക്കേണ്ട സുൽത്താന, അവർ ബാദുഷയുടെ പ്രജകളാണ്. അവർ നമ്മളെ ഉപദ്രവിക്കില്ല. മാത്രാച്ചിയും ലിയോയും മെയ്ദാനി പാലസിലേക്ക് എത്തി. കുതിരവണ്ടിയുടെ ഒച്ച കേട്ട് അവർ തിരിഞ്ഞു നോക്കുന്നു. ഇത് കൊട്ടാരത്തിലെ വണ്ടിയാണ്. ഇൻകാരൻ തിരിച്ചെത്തിയോ? ഹുറവും ഷെഹസാദുമാരും ഇറങ്ങുമ്പോൾ അങ്ങോട്ട് സൈനികർ വരുന്നത് കണ്ട മാത്രാച്ചി പറഞ്ഞു. വേഗം വാ സുൽത്താന. അവർ ഇങ്ങോട്ടെത്തി. വേഗത്തിൽ അകത്തേക്ക് നടന്ന ഹുറം ലിയോയോട് ചോദിക്കുന്നു, ലിയോ, നീ എന്താ ഇവിടെ? ലിയോ ഒന്നും മിണ്ടിയില്ല. എല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചു. ഹുറം ഹദീജ സുൽത്താനെ ഹഗ് ചെയ്തു. ഇൻകാര എവിടെയാ? ഹദീജ ചോദിച്ചു. ഇൻകാരൻ വരുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളെ നേരത്തെ ഇങ്ങോട്ട് അയച്ചു. എനിക്ക് പേടിയാവുന്നു സുൽത്താന. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? മുസ്തഫ പേടിച്ചു നോക്കുന്നു. എനിക്ക് പാലസിലേക്ക് കയറാനായില്ല. അള്ളാ, എൻ്റെ പിള്ളേരെ കാത്തോണേ. എല്ലാവരും മുകളിലേക്ക് പൊക്കോ. എന്തൊച്ച കേട്ടാൽ ഇറങ്ങി വരണ്ട, മാത്രാച്ചി പറഞ്ഞു. വാ, നമുക്ക് മുകളിലേക്ക് പോകാം, ഗുൽഫാം പറഞ്ഞു. അവർ പോകുന്നു. ലിയോയും മാത്രാച്ചിയും നോക്കുമ്പോൾ സൈനികർ അടുത്തേക്ക് എത്തിയിരുന്നു. ഇബ്രാഹിം ഈജിപ്തിൽ ആഘോഷത്തിലായിരുന്നു. അയാൾ നൃത്തം കളിക്കുന്ന സ്ത്രീയെ നോക്കി ആസ്വദിച്ചിരിക്കുന്നു. വാലിദ സുൽത്താനയും മറ്റെല്ലാവരും നിലവറയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര നേരം നമ്മളിവിടെ ഇരിക്കേണ്ടി വരും വാലിദ? മാഹി ദേവരാൻ ചോദിച്ചു. അറിയില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മൾക്കിപ്പോൾ സാധിക്കൂ. പട്ടാളക്കാർ മെയ്ദാനി പാലസിന് തീയിടുന്നു. മാത്രാച്ചി മുകളിൽ ചെന്ന് അവരോട് പറയുന്നു, വാ, നമുക്ക് പുറകിലെ ഡോർ വഴി രക്ഷപ്പെടാം. അവർ കൊട്ടാരത്തിന് തീയിടുകയാണ്. പേടിച്ച് ധൃതി പിടിച്ച് ഓടി വന്ന ഹദീജ സ്റ്റെപ്പിൽ കാൽ വഴുതി ഉരുണ്ട് താഴേക്ക് വീഴുന്നു. അത് കണ്ട ഹദീജയും ഹുറവും നിലവിളിച്ചു. ഹദീജ സുൽത്താന ബോധം കെട്ട് കിടക്കുന്നു.